ആക്ഷൻ ഫിലിമാണ്. ആക്ഷൻ ഫിലിമിൽ ശാരീരികമായിട്ടുള്ള ഒരുപാട് സ്ട്രെയിൻ എടുക്കേണ്ടി വരും. മോഹൻലാൽ പറയുമ്പോൾ ഇതൊക്കെ സംഭവിക്കുന്നതല്ലേ എന്നാണ് എനിക്കും പറയാനുള്ളത്. പുഷ്പ ശരിക്കും ഒരു ഇൻസ്പിറേഷൻ തന്നെയാണ്. കാരണം പുഷ്പയൊക്കെ നമ്മൾ ഇൻസ്പയർ ആയിട്ടുള്ള സിനിമകൾ തന്നെ. കാരണം അത്രയും വലിയ ക്യാൻവാസിൽ പിന്നെ ഈ പറയുന്ന പോലെ ചന്ദന കള്ളക്കടത്ത് ഒരു ട്രാഫിക്കിങ്ങിന്റെ ഒരു സ്വഭാവമുള്ള സിനിമയാണ്. പോളോട് പറഞ്ഞിട്ട് നമ്മളുടെ സിനിമയിൽ കുറച്ച് വയലൻസ് ചെയ്യണം, പക്ഷെ അതൊരു ഡയറക്ടറിന്റെ ക്രിയേറ്റീവ് ഫ്രീഡത്തിലേക്കാണ് കൈകടത്തുന്നത്. ഇപ്പൊ ആനക്കൊമ്പ് കൊണ്ട് ആൾക്കാരെ കുത്തുന്നതും ബ്ലഡ് ചീറ്റുന്നതും അതൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. നമ്മൾ അങ്ങനെയുള്ള ഒരു കാര്യവും ചെയ്തിട്ടില്ല. വയലൻസ് എന്നുള്ള ഒരു കാര്യത്തിൽ ഓവർ ബ്ലഡോ ഈ പടത്തിൽ ഉണ്ടാവില്ല. ഈ രാശിയിലൊന്നും കാര്യമുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷെ എനിക്ക് ആന രാശിയാണ്. ഏത് സിനിമയെക്കാളും കൂടുതൽ റിസ്ക് ഉള്ള ഷോട്ട്സ് പെപ്പെ ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ പെപ്പയ്ക്ക് നല്ല ചലഞ്ചിങ് ആയിട്ടുള്ള റോളാണ്. ഈ സിനിമ കഴിയുമ്പോൾ പെപ്പയുടെ ഒരു സ്റ്റാർട്ടപ്പ് കൂടും. കാട്ടാളന്റെ കാര്യത്തിൽ നമ്മൾ ഒരു കാലത്തും സെൻസർ ബോർഡുമായിട്ട് ഒരു യുദ്ധത്തിനില്ല. അവർ ചെയ്യുന്ന ന്യായം തന്നെയാണ്. അവരുടെ ഭാഗത്തുനിന്ന് അവരുടെ നിയമങ്ങൾ അനുസരിച്ചാണ് അവർ ചെയ്യുന്നത്. നല്ല കഥ വന്നു കഴിഞ്ഞാൽ മാർക്കോയ്ക്ക് പാർട്ടും ഉണ്ടാവും, കാട്ടാളന് പാർട്ടും ഉണ്ടാവും. എല്ലാവർക്കും കണ്ടിട്ട് പറഞ്ഞതെന്ന് വെച്ചാൽ എനിക്ക് ഇതേപോലുള്ള ഒരു അനുഭവം ഉണ്ട് എന്ന് പറഞ്ഞ എല്ലാവരും ഉണ്ട്. അത് വാഴ 2ന്റെ സക്സസ് അത് തന്നെയാണ്. അതിൽ ഓരോ ഇൻസിഡന്റും ആർക്കെങ്കിലും ഒക്കെ ഇതേപോലത്തെ ഇൻസിഡന്റ്, സിമിലർ ഇൻസിഡൻസ് ഞാൻ ലൈഫിൽ ഇതേപോലെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെന്ന് പറയാൻ കഴിയും. അത് മാത്രമല്ല എന്റർടൈൻമെന്റും ഉണ്ട്. അനിരുദ്ധിനെ ആക്ച്വലി ഞാൻ കോണ്ടാക്ട് ചെയ്ത് കൊണ്ടുവരാൻ പോയ മൂവി ആയിരുന്നു മമ്മൂക്ക മൂവി. ടീം കാട്ടാളനാണ് ഇന്ന് റിപ്പോർട്ടർ ഫിലിംസിൽ നമ്മുടെ അപ്പോൾ ഡയറക്ടർ പോൾ ജോർജ്, നമ്മുടെ സ്വന്തം ജഗദീഷ് ചേട്ടൻ, പ്രൊഡ്യൂസർ ഷെരീഫ് മുഹമ്മദ്. വെൽക്കം. റിപ്പോർട്ടർ ഫിലിംസിൻ്റെ തന്നെ ഒരു ഇൻ്റർവ്യൂവിൽ ജഗദീഷ് ചേട്ടൻ പറഞ്ഞിരുന്നു, ഒരു ഡേഞ്ചറസ് ആയ ഒരു സിനിമ ചെയ്തു, കുറച്ച് ഒരു ക്യാരക്ടർ ചെയ്തു. ഇത് ഷൂട്ട് ചെയ്യുന്ന ഓരോ മൊമെൻറ്റിലും ഡയറക്ടർ വന്നിട്ട് ഓക്കെ ആണോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ റീൽ ഞങ്ങൾ പോസ്റ്റ് ചെയ്തതിനു ശേഷം ഇതെല്ലാവരും വന്നത് കാട്ടാളനാണ് എന്ന് കണ്ടുപിടിച്ചു. എന്താണ് ആ ഡേഞ്ചറസ് സ്റ്റണ്ട് എന്താണ്? അത് പോള് ഈ ജഗദീഷിനെ കൊണ്ട് ആ സ്റ്റണ്ട് ചെയ്യിപ്പിക്കുമ്പോൾ ഉള്ള എക്സൈറ്റ്മെന്റ് എങ്ങനെയായിരുന്നു നിങ്ങൾ രണ്ടുപേരോടും? അല്ല, ഇതിനകത്ത് ഓരോ സീക്വൻസും ഇൻട്രസ്റ്റിംഗ് ആണ്. ഒരു ആക്ഷൻ ഫിലിമാണ്. ഒരു വയലന്റ് ഫിലിം അല്ല, ആക്ഷൻ ഫിലിമാണ്. പക്ഷെ ആക്ഷൻ ഫിലിമിന് ശാരീരികമായിട്ടുള്ള ഒരുപാട് സ്ട്രെയിൻ എടുക്കേണ്ടി വരും. അപ്പോൾ ആ സ്ട്രെയിൻ എന്ന് പറഞ്ഞിരുന്നാൽ പെപ്പെ, ആന്റണി വർഗീസ് ആണ് ഇതിനകത്ത് ഹീറോ. അപ്പൊ ആന്റണി വർഗീസ് ആക്ഷൻ ചെയ്യാൻ ഭയങ്കര മിടുക്കനാണ്. അപ്പൊ അയാളുടെ കൂടെ അയാളുടെ സ്പീഡിനനുസരിച്ച് എനിക്ക് നിൽക്കുക എന്ന് പറയുന്നത് വലിയ വെല്ലുവിളിയാണ്. എൻ്റെ ഏജ് വെച്ച് നോക്കുമ്പോഴും എൻ്റെ ഈ ആക്ഷൻ രംഗങ്ങളിലുള്ള ഒരു എക്സ്പെർട്ടീസ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിലും പെപ്പയുടെ കൂടെ പിടിച്ച് നിൽക്കുക എന്ന് പറഞ്ഞാൽ അത്ര ഈസി അല്ല. പക്ഷെ അവിടെ ഞാൻ ട്രൈ ചെയ്തു. അത് ആ യൂണിറ്റിന്റെ ഒരു ഫുൾ ഫ്ലഡ് സപ്പോർട്ട് കാരണം എനിക്ക് അതൊക്കെ ചെയ്യാൻ പറ്റി. ഓഫ് കോഴ്സ് പോളിന്റെയും നല്ല ഒരു സപ്പോർട്ട് എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ ആക്ഷൻ സീക്വൻസ് ഒക്കെ നല്ല രീതിയിൽ തന്നെ ഇപ്പോൾ ഓർക്കുമ്പം അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. ഇത്രയും ദിവസം നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്തത്, ലൊക്കേഷനിൽ സ്പെൻഡ് ചെയ്തത് തീർച്ചയായിട്ടും നല്ല കാര്യം. നല്ലൊരു സിനിമയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിൻ്റെയും നല്ലൊരു കഥാപാത്രം അവതരിപ്പിക്കാൻ കഴിഞ്ഞതിൻ്റെയും ത്രില്ലിലാണ് ഞാൻ. അപ്പോൾ ഇപ്പോൾ ജഗദീഷിനെ കൊണ്ട് ഈ റോൾ ചെയ്യുന്ന സമയത്ത് ഒരു കൺസേൺ ഉണ്ടായിരിക്കും തീർച്ചയായിട്ടും, അതേസമയം ഒരു എക്സൈറ്റ്മെന്റും ഉണ്ട്. അതായത് അദ്ദേഹം ഈ സ്റ്റണ്ടുകൾ ചെയ്യുന്നു എന്നുള്ളത് എങ്ങനെയായിരുന്നു അതിന്റെ ഒരു? അല്ല, തീർച്ചയായിട്ടും. അപ്പോൾ ജഗദീഷ് ചേട്ടൻ പറഞ്ഞ പോലെ ഒരു ഏജ് ഫാക്ടറും, അപ്പോൾ നമ്മൾ അതെല്ലാം മുന്നിൽ കാണുമ്പോൾ നമുക്കൊരു കൺസേൺ ഉണ്ട്. പക്ഷെ ജഗദീഷ് ചേട്ടൻ കഥ കേട്ട് അന്ന് മുതൽ എനിക്ക് തോന്നുന്നു ജഗദീഷ് ചേട്ടൻ അതിനു വേണ്ടി പ്രിപ്പയർഡാണ്. പക്ഷെ എന്നാലും നമുക്കൊരു കൺസേൺ ഉണ്ട്. അപ്പോൾ നമ്മൾ ഓരോ ഷോട്ട് കഴിയുമ്പോഴും ഇപ്പോൾ മരത്തിൽ കയറുന്ന ഷോട്ട്സ് ഉണ്ട്, ആനയുടെ മുന്നിലൂടെ ഓടുന്ന ഷോട്ട്സ്, ആ ട്രെയിലറിൽ കണ്ട ഷോട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു തവണ ചെയ്യുന്നു ഓക്കെ, രണ്ടാമത് നമ്മൾ ചെയ്യാൻ പറയുമ്പോൾ നമ്മളൊന്ന് ആലോചിക്കും, അയ്യോ ജഗദീഷ് ചേട്ടൻ എന്ത് പറയും. പക്ഷെ നമ്മൾ ചെന്ന് പറയുമ്പോൾ ജഗദീഷ് ചേട്ടൻ ഓക്കെ. എനിക്ക് തോന്നുന്നു ജഗദീഷ് ചേട്ടൻ ഒരു 6 or 7 തവണ ചിലപ്പോൾ ഓടിയിട്ടുണ്ടാവും. ജഗദീഷ് ചേട്ടൻ ആ ഫിസിക് ഒരു പ്രശ്നമല്ല. അപ്പോൾ അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, ഒരു സ്പോർട്ടീവ് വേയിൽ മാത്രമല്ല കേട്ടോ. ഇപ്പോൾ നമ്മൾ ലേറ്റ് നൈറ്റ് ഷൂട്ട് പോകുമ്പോഴും ഈ പറഞ്ഞ പോലെ നമ്മൾ വാഗമണിലൊക്കെ ഷൂട്ട് ചെയ്തപ്പോൾ നല്ല തണുപ്പാണ്. അപ്പോൾ ജഗദീഷ് ചേട്ടനാണെങ്കിൽ ഒരു ഷർട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ ജഗദീഷ് ചേട്ടൻ അതിൻ്റെ ഒരു ബട്ടണൊക്കെ അഴിച്ചിട്ട്, ബാക്കി ചില ക്യാരക്ടേഴ്സിന് സ്വെറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട്, ജഗദീഷ് ചേട്ടൻ അതുപോലും ഇല്ല. അപ്പോൾ നമ്മളൊരു മോർണിംഗ് 6 വരെ ഷൂട്ട് പോകുമ്പോഴും ജഗദീഷ് ചേട്ടന് ഒരു കുഴപ്പമില്ല. നമ്മുടെ അടുത്ത് ഇന്നേ വരെ ഒരു കംപ്ലൈൻറ്റോ അല്ലെങ്കിൽ ഒരു പരിഭവോ ജഗദീഷ് ചേട്ടൻ പറഞ്ഞിട്ടില്ല. കാരണം അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് ജഗദീഷ് ചേട്ടൻ നമ്മുടെ കൂടെ നിന്നിട്ടുള്ളത്. അപ്പോൾ അത് എന്നെ സംബന്ധിച്ച് എനിക്ക് എന്താ പറയുക, വലിയൊരു സപ്പോർട്ടാണ്, വലിയൊരു അനുഗ്രഹമാണ്. ജഗദീഷ് ചേട്ടനെ പോലെ ഒരു ആക്ടർ അത്രയും 100% നമ്മുടെ കൂടെ അത്രയും സപ്പോർട്ടീവായിട്ട് നിൽക്കാന്ന് പറയും. ഇപ്പോൾ ഈ മാർക്കോയിലെ ടോണി ഐസക് എന്ന് പറഞ്ഞ വില്ലൻ കുറച്ച് സ്റ്റൈലിഷ് ആയിട്ടൊരു വില്ലനാണ്. കോട്ട് സ്യൂട്ടൊക്കെ ഇട്ട് ഗ്ലാസ് ഒക്കെ വെച്ച്
ജഗദീഷ് ഇന്ന് വരെ കാണാത്ത രീതിയിൽ അവതരിപ്പിച്ചൊരു സിനിമയും കൂടിയാണ് മാർക്കോ. അപ്പോൾ കാട്ടാളനിലേക്ക് വരുമ്പോൾ നമ്മൾ ഈ പോസ്റ്ററൊക്കെ കാണുമ്പോൾ തന്നെ കുറച്ച് റോ ആയിട്ടുള്ള റഗ്ഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. എന്താണ് ഈ ക്യാരക്ടർ എത്രത്തോളം ഡേഞ്ചറസ് ആണ്? അയാൾ ടോണി ഐസക്കിനെക്കാളും ഡേഞ്ചറസ് ആണോ? ഇയാൾ ഡേഞ്ചറസ് ഒന്നുമല്ല. ഇയാൾ ഒരു സാധു മനുഷ്യനാണ്. സാധു മനുഷ്യനാണെന്ന് പറഞ്ഞാൽ ഒരു തൊഴിലാളിയാണ്, വിധേയനാണ്. ഇതില് സുനിൽ അവതരിപ്പിക്കുന്ന മാരി എന്ന് പറയുന്ന കഥാപാത്രമുണ്ട്. കാടടക്കി വാഴുന്ന അല്ലേ, മാരിയുടെ ഒരു തൊഴിലാളിയാണ് ഞാൻ. മാരി പറയുന്ന അനുസരിച്ച് കഴിയുന്ന തൊഴിലാളിയാണ്. അത് പറയുകയാണെങ്കിൽ ഇതിലെ നായകനായിട്ടുള്ള പെപ്പയെ പോലും തൊഴിലാളി വർഗത്തെ റെപ്രസെന്റ് ചെയ്യുന്ന ആളാണ്. പക്ഷെ ഈ തൊഴിലാളി എന്ന് പറയുമ്പോൾ മാതൃകയൊന്നും അല്ല സമൂഹത്തിന്. ഇവർ ചെയ്യുന്നതും കുഴപ്പങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് നല്ല തൊഴിലാളി എന്നൊന്നും എന്നെയോ പെപ്പയോ വിശേഷിപ്പിക്കാൻ പറ്റില്ല. നമ്മളൊക്കെ എന്താ പറയാ, തിന്മ കുറഞ്ഞവരും തിന്മ കൂടിയവരും തമ്മിലുള്ള സംഘടനമാണിത്. അതിന്റെ ഫൈറ്റാണ്. അതില് തിന്മ താരതമ്യേന കുറഞ്ഞ ആൾക്കാരാണ് ആന്റണിയും ഞാനും ഒക്കെ. അപ്പൊ ഇതിനകത്ത് പക്ഷെ നമുക്ക് എന്തായിരുന്നാലും ഉള്ളിൽ ചില ഇമോഷൻസ് കാണുമല്ലോ. ആ ഇമോഷൻസ് കഥാഗതിക്ക് അനുസരിച്ച് ചില സിറ്റുവേഷൻസിലൊക്കെ ആ ഇമോഷൻസ് പ്രകടിപ്പിക്കേണ്ടി വരുന്നുണ്ട്. അതാണ് ഈ കഥാപാത്രത്തിന്റെ ഒരു വേറിട്ട രീതിയിൽ അത് നിൽക്കുന്നത്. മാർക്കോ കഴിഞ്ഞപ്പോ നമ്മൾ പരസ്പരം ഫോണിൽ വിളിച്ച് എന്തുണ്ട് ഷെരീഫ് സുഖമാണോ, അല്ലെങ്കിൽ ഷെരീഫ് എന്നെ വിളിച്ച് ഡെയിലി വിളിക്കുക, അങ്ങനെ ഒരു സംഭവമില്ല. പക്ഷെ നമ്മൾ തമ്മിൽ ഒരു ആത്മബന്ധം ഉണ്ടായിരുന്നു. കാരണം മാർക്കോയുടെ ഷൂട്ടിങ്ങിൽ ഷെരീഫ് ആസ് എ പ്രൊഡ്യൂസർ എനിക്ക് ഭയങ്കര ഇഷ്ടവും ബഹുമാനവും തോന്നി. കാരണം ഇത്രയും ഒരു ചെറുപ്പക്കാരൻ ഒരു എക്സ്പീരിയൻസ്ഡ് ആളെ പോലെ പെരുമാറുക, അതിലെല്ലാത്തിലും ഒരു മേൽനോട്ടം. ഇപ്പൊ എന്താണ് ഷൂട്ട് ചെയ്യുന്നത്, കഥ എന്താണ്, തിരക്കഥ എന്താണ്, സംഭാഷണം എന്താണ്, ബാക്കി വർക്ക് എന്താണ് നടക്കുന്നത്, ഷോർട്സ്, സീക്വൻസ്, അത് ഓരോ ദിവസവും പ്രോഗ്രസ് ചെയ്യുന്ന രീതി, ഇതൊക്കെ മനസ്സിലാക്കുന്ന, വളരെ താല്പര്യത്തോടെ മനസ്സിലാക്കുന്ന ഒരു കലാകാരൻ എന്ന നിലയിൽ ഞാൻ കലാകാരൻ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞാൽ കലാകാരൻ കൂടി ആയിരിക്കും. ഷെരീഫ് ഒരു കലാകാരനാണ്. കാരണം അതിന്റെ എസ്തെറ്റിക്സ് നന്നായിട്ട് അറിയാം. ധാരാളം സിനിമകൾ കാണുന്നുണ്ട്. അപ്പോൾ ആ മാർക്കോ ഇവർ തമ്മിലുള്ള, അതായത് നല്ല ഒരു ഹാർമണി ഉണ്ടായിരുന്നു നമ്മുടെ ഹനീഫ് അദേനിയും ഷെരീഫ് മുഹമ്മദുമായിട്ട്. അപ്പൊ അത് കണ്ടപ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അപ്പം എൻ്റെ ഒരു അപ്രോച്ചും ഷെരീഫിന് ഇഷ്ടപ്പെട്ടു. അപ്പൊ ഷെരീഫ് ഇങ്ങനെ പറഞ്ഞു എന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. കാരണം ഷെരീഫ് പറഞ്ഞു ജഗദീഷ് ഏട്ടന് ഒരു നല്ല വേഷം ഉണ്ടാവണം. അത് നമുക്കൊരു പിന്നീട് വേറൊരു ദിവസം കാട്ടാളന്റെ ലൊക്കേഷനിൽ വെച്ച് പറഞ്ഞു വേറൊരു കഥയൊക്കെ ആലോചിക്കുന്നുണ്ട്, ജഗദീഷ് ഏട്ടൻ ഉണ്ട് കേട്ടോ. അതൊരു കലാകാരൻ അല്ല, അതൊരു സന്തോഷമല്ലേ. അത് നമുക്ക് ആ കഥയില്, അടുത്ത കഥയിൽ നമ്മളില്ലെങ്കിലും നമുക്ക് ഒരു പരിഭവമോ ദേഷ്യം ഉണ്ടാവില്ല. കാരണം ഈ രണ്ട് ചിത്രങ്ങളിലും പരമാവധി എന്നെ കൂടെ ഉൾക്കൊള്ളിക്കണമെന്ന് ഷെരീഫിന്റെ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ പോൾ അതിന് സമ്മതം മൂളിയിട്ട് പോളും ഞാനും തമ്മിലുള്ള ആ ഇന്ററാക്ഷനിൽ നമ്മൾ നിരന്തരം വിളിച്ചുകൊണ്ടിരുന്നു. കാരണം ഇത് പല കാരണങ്ങളാൽ പറഞ്ഞ ഡേറ്റിനേക്കാളും കുറച്ചുകൂടെയൊക്കെ നീണ്ടു. അപ്പൊ ഞാൻ ഓരോ ദിവസവും പോളിനെ വിളിക്കും. പോൾ പറഞ്ഞു ചേട്ടാ ഒരു 2 ആഴ്ച ചിലപ്പോൾ നിങ്ങൾ കേട്ടോ എന്ന് പറഞ്ഞ് ഞാൻ പ്രിപ്പയർഡ് ആയിരിക്കും. വീണ്ടും പറയും ചേട്ടാ വീണ്ടും ഒരു 2 ആഴ്ചയോടെ ഒന്ന്. എനിക്കാണെങ്കിൽ ഈ ഡേറ്റിന്റെ കാര്യത്തിൽ എന്താ പോൾ ഇത് ഇങ്ങനെ അല്ല ഇങ്ങനെ. അപ്പൊ അങ്ങനെ നീണ്ടു. എന്തിനു വേണ്ടിയാ? ഇതിന്റെ ഒരു ബെറ്റർമെന്റിന് വേണ്ടിയാ. കൂടുതൽ കാര്യങ്ങൾ സംഘടിപ്പിക്കാനും, തായ്ലൻഡിലേക്ക് അങ്ങനെ ഒരു സംഭവം വന്നു, ഇതിന്റെ ഫൈറ്റ് മാസ്റ്റേഴ്സിന്റെ കാര്യത്തിൽ ഡിസൈഡ് ചെയ്യാനും ബെറ്റർമെന്റിന് വേണ്ടിയാണ് കൂടുതൽ സമയം എടുത്തത്. അപ്പൊ എനിക്കൊരു പരിവം വന്നില്ല. പിന്നെ വർക്ക് ചെയ്തപ്പം പോളുമായിട്ട് വർക്ക് ചെയ്യാനും, എനിക്ക് ഹനീഫ് അദേനിയുമായിട്ട് വർക്ക് ചെയ്ത പോലെ തന്നെ പോളുമായിട്ട് വർക്ക് ചെയ്യാൻ വളരെ ഈസി ആയിരുന്നു. പിന്നെ ഈ പറഞ്ഞ ജഗദീഷ് ഏട്ടൻ ഒരു സിനിമയുടെ ഭാഗമാകുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഇന്ന് അതൊരു ഹൈപ്പ് ഫാക്ടർ ആണ്. പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നു, അതൊരു ഫാക്ടറാണ്, സത്യമാണത്. അല്ല, അതൊക്കെ ഈശ്വരാനുഗ്രഹമാണ്. നമ്മളിപ്പോ ഒരിപ്പം ഷെരീഫിന്റെ കഴിവോ എന്റെ കഴിവോ പോളിന്റെ കഴിവോ ഒന്നുമല്ല, ഇതൊക്കെ ഒത്തുവരികയാണ്. പിന്നെ മോഹൻലാൽ പറയുമ്പോ ഇതൊക്കെ സംഭവിക്കുന്നതല്ലേ എന്നാണ് എനിക്കും പറയാനുള്ളത്. ഇതൊക്കെ സംഭവിക്കുന്നതാണ് അല്ലേ ഷെരീഫ്? നമ്മള് നമ്മുടെ എഫേർട്സ് എടുക്കുക. എഫേർട്സ് എടുത്തിട്ടുണ്ട്. ഇതിലാരും ഉഴപ്പിയിട്ടില്ല. അതൊന്നും ഞാൻ പറയാം. ഇതില് ലൈറ്റ് മാൻ തൊട്ട് ഒരു ആളും ഇതിനകത്ത് എല്ലാവരും, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ മാൻ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ബോയ് എന്ന് നമ്മൾ വിളിക്കുന്ന പ്രൊഡക്ഷൻ ടീമിലെ ഒരു അംഗം മുതൽ സംവിധായകൻ വരെ നിർമ്മാതാവ് വരെ എല്ലാവരും അവരുടെ എഫേർട്സ് ഇട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഭാഗം ഒന്ന് ഉഴപ്പിക്കഴിഞ്ഞിരുന്നാൽ നമുക്ക് പ്രൊഡക്ഷൻ ടീമിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ ഇത്രയും അർദ്ധരാത്രി അല്ലെങ്കിൽ വെളുപ്പിന് 6 മണി വരെ വർക്ക് ചെയ്യാൻ നേരത്തെ ഒരു ചായ ചോദിച്ചു കഴിഞ്ഞാൽ പടം കൊടുത്തില്ല എങ്കിൽ അത് ബാധിക്കും. ഇതിപ്പോ അവർ റെഡിയാണ്, അവർ ഉറങ്ങാതെ നിൽക്കുകയാണ്. അവരിങ്ങോട്ടൊന്നും ചോദിക്കും ചേട്ടാ ഒരു കട്ടൻ കാപ്പി എടുക്കട്ടെ, ഒരു കട്ടൻ ചായ എടുക്കട്ടെ എന്ന് ചോദിക്കുന്ന അവരുടെ സ്നേഹമാണ്. എന്നിട്ട് അവര് നമ്മുടെ ഷോർട്സ് കാണുമ്പോൾ നമ്മുടെ അടുത്ത് എന്ന് പറയും ചേട്ടാ കലക്കി കേട്ടോ എന്ന് പറയുന്ന അവരുടെ ഒരു അപ്രീസിയേഷൻ നമുക്ക് വളരെ വലുതാണ്. അപ്പൊ ഇതൊരു ടീം വർക്കാണ്. അപ്പൊ അതുകൊണ്ട്
എൻ്റെ ഇൻഡിവിജ്വൽ കോൺട്രിബ്യൂഷൻ എന്നതിനേക്കാളും ഇതൊരു ടീം വർക്കാണ്. ഇപ്പോൾ ഈ ടീസറും ട്രെയിലറും വരുന്ന സമയത്ത് നമ്മളിപ്പോൾ ഇപ്പം സുനിലുണ്ട് ഇതിനകത്ത്, പിന്നെ കാട് പശ്ചാത്തലമായിട്ട് വരുന്നുണ്ട്, ആനക്കൊമ്പുകൾ, ഇതൊക്കെ വരുമ്പോൾ ഈ പുഷ്പ കണക്ഷൻ എവിടെയൊക്കെ ഒരു ചർച്ചകളുണ്ടായിരുന്നു, ഒരു പുഷ്പ റെഫറൻസുകളൊക്കെ വന്നിരുന്നു. മറുപടി പറയും. അത് ശ്രദ്ധിച്ചിരുന്നോ ഏതെങ്കിലും രീതിയിൽ? ഇല്ല, തീർച്ചയായിട്ടും അത് ശ്രദ്ധിച്ചിരുന്നു. അത് നമ്മൾ ടീസറല്ല എനിക്ക് തോന്നുന്നു അതിന് മുമ്പേ തൊട്ട് ഒരു പുഷ്പയുടെ ഒരു ടോക്ക് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ മാക്സിമം പുഷ്പ ശരിക്കും ഒരു ഇൻസ്പിറേഷൻ തന്നെയാണ്. കാരണം പുഷ്പയൊക്കെ നമ്മൾ ഇൻസ്പയർ ആയിട്ടുള്ള സിനിമകൾ തന്നെ. കാരണം അത്രയും വലിയ ക്യാൻവാസിൽ പിന്നെ ഈ പറയുന്ന പോലെ ചന്ദന കള്ളക്കടത്ത് ഒരു ട്രാഫിക്കിങ്ങിന്റെ ഒരു സ്വഭാവമുള്ള സിനിമയാണ്. അപ്പോൾ നമ്മുടെ ഇതിലും ഒരു ട്രാഫിക്കിംഗ് മെറ്റീരിയൽ ആയിട്ട് വരുന്നുണ്ട്. പക്ഷെ ഈ പറയുന്ന പോലെ ആ ഷെയ്ഡ് മാക്സിമം വരാത്ത രീതിയിൽ തന്നെ നമ്മൾ അതിനെ മാറ്റിയെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോൾ അതാണ് ഞാൻ ഇപ്പോൾ ഈ പറയുന്ന പോലെ ഇപ്പോൾ കുറെ ആളുകൾ പറഞ്ഞു ഒരു കാടിനുള്ളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു ഇതാണോ എന്ന് ടീസർ കഴിഞ്ഞപ്പോൾ ഒരു സംസാരം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ട്രെയിലറിൽ വേറെ കുറച്ച് ടെറൈൻസും കൂടി ആഡ് ചെയ്തിട്ട് ഒരു സംഭവം പിടിച്ചു. അപ്പോൾ നമ്മൾ ഒരു കാടിനുള്ളിൽ മാത്രം അല്ലെങ്കിൽ ഒരു ഫോറസ്റ്റ് ജോഗ്രഫിയിൽ ഒതുങ്ങി നിൽക്കാതെ അതിന് പുറത്തേക്ക് ഒരു പല ടെറൈനിലേക്കിടെയും ഉള്ളൊരു ട്രാവൽ നമ്മൾ പിടിച്ചിട്ടുണ്ട്. അത് ഈ ഒരു പുഷ്പ കമ്പാരിസൺ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ്. മാത്രമല്ല ആനക്കൊമ്പിന്റെ ഒരു കാർട്ടലുണ്ട്, ആനക്കൊമ്പിന്റെ കടത്തും ഒക്കെ ആയിട്ട്. അത് സിനിമയിൽ ഇത്രയും ഇമ്പോർട്ടൻസോട് കൂടി ഇതുവരെ വന്നിട്ടില്ല. ഇവിടെ ചന്ദനക്കടത്ത് വന്നിട്ടുണ്ട്, അത് ഗന്ധതകുടി എന്ന് പറഞ്ഞ രാജ്കുമാർ കന്നഡ ഹീറോ അഭിനയിച്ച പടം. പുഷ്പയില് അല്ലെങ്കിൽ തടി കടത്തുന്ന സിനിമകൾ, കാട്ടിൽ നിന്നും തടി കടത്തുന്നത്, ഇതൊക്കെ ഈ ആനക്കൊമ്പിന്റെ ഇത്രയും ഡീറ്റെയിലിങ്ങോടുകൂടി ഒരു സംഭവം വരുന്ന ഇതിലാണ്. കാർട്ടൽ എന്ന് പറയുന്നത് അവരുടെ തന്നെ ഒരു ഗ്രൂപ്പിന്റെ അതിൽ നേതാവാകുന്ന ആളാണ് അവിടുത്തെ ഏറ്റവും വലിയ അധിപതി എന്ന് പറയുന്നത്. ആ അധിപതിയും കുറെ തൊഴിലാളികളും. ഇതാണ് ഇതിന്റെ കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത്. അധിപതി എന്ന് പറഞ്ഞാൽ മാരിയാണ് ഈ കാർട്ടലിന്റെ തലവനായി സുനിൽ അവതരിപ്പിക്കുന്ന കഥാപാത്രം. നമ്മളെല്ലാം തൊഴിലാളികൾ, നമ്മളും തെറ്റ് ചെയ്യുന്നുണ്ട്. ആനക്കൊമ്പൊക്കെ ഗ്രേ ഷെയ്ഡുള്ള ആളാണ്, നമുക്ക് ഗ്രേ ഷെയ്ഡ് ഉണ്ട്. ഈ ആനക്കൊമ്പൊന്നും എടുക്കാൻ പാടില്ല യഥാർത്ഥത്തിൽ. പിന്നെ ഇവരൊക്കെ എടുപ്പിച്ച നമ്മളൊക്കെ ശ്രീലങ്കയിലേക്ക് കള്ളക്കടത്ത് നടത്തുന്നുണ്ട്. ഞാൻ ആലോചിച്ചു ആനകളുടെയൊക്കെ അവസ്ഥ. അപ്പൊ ഇതിനകത്ത് നമ്മള് പ്രേക്ഷകര് കാണുമ്പം തോന്നേണ്ടത് ഈ സാധുക്കളായിട്ടുള്ള വന്യമൃഗങ്ങള് അവിടെ സന്തോഷത്തോടെ കഴിയുന്ന അവരെ എന്താ പറയാ കൊന്ന് നമ്മൾ ആനക്കൊമ്പ് എടുക്കുക എന്നിട്ട് അതിനെ കടത്തുക എന്നൊക്കെ പറയുന്നത് തെറ്റായിട്ടുള്ള കാര്യമാണ്. നമ്മൾ കഥാപാത്രം എന്ന നിലയിൽ ചെയ്യുന്നുണ്ട്, പക്ഷെ ആർട്ടിസ്റ്റ് എന്ന നിലയിൽ എനിക്ക് അതിനോട് ഒരു യോജിപ്പില്ല. ആര് ചെയ്താലും അതിനെ എതിർക്കില്ല. ഇപ്പൊ ഈ മാർക്ക് ഇറങ്ങിയ സമയത്ത് ഈ വയലൻസിനെ ചൊല്ലി പല വിമർശനങ്ങളും വന്നിരുന്നു, അത് തെറ്റായ രീതിയിൽ സ്വാധീനിക്കുന്നു എന്ന് പറയുന്നത്. പിന്നീട് ഷെരീഫ് ഒരു വീഡിയോ അടക്കം റിലീസ് ചെയ്തിരുന്നു. കാട്ടാണിലേക്ക് വരുമ്പോൾ ട്രെയിലർ കാണുമ്പോൾ മനസ്സിലാവും വയലൻസ് പാർട്ടാണ്. പക്ഷെ ജഗദീഷ് ഇപ്പോൾ പറഞ്ഞു വയലന്റ് പടം അല്ല, ഇതൊരു ആക്ഷൻ പടമാണെന്ന് പറഞ്ഞു. എങ്ങനെയാണ്? ഞാൻ നേരത്തെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിരുന്നു എനിക്കതിൽ ചെറിയൊരു കുറ്റബോധം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു. കുറ്റബോധം വെച്ചാൽ പോളിനോടാണ്. അതായത് ഈ ഒരു പ്രശ്നം വന്നപ്പോൾ ഞാൻ ആക്ച്വലി പോളിനോട് പറഞ്ഞിരുന്നു നമ്മളുടെ സിനിമയിൽ കുറച്ച് വയലൻസ് ചെയ്യണം. പക്ഷെ അതൊരു ഡയറക്ടറിന്റെ ക്രിയേറ്റീവ് ഫ്രീഡത്തിലേക്കാണ് കൈകടത്തുന്നത്. അത് ശരിക്കും ഒരു പ്രൊഡ്യൂസർ ചെയ്യാൻ പാടില്ല. അപ്പൊ അതിലാണ് എനിക്ക് കുറ്റബോധമുള്ളത്. പക്ഷെ അതിനുശേഷം ഈ ദുരന്തർ പോലത്തെ വലിയ വയലന്റ് മൂവീസ് വന്നപ്പോഴും എല്ലാവരും എന്നോട് ചോദിക്കും മാർക്ക് മാത്രമല്ല ബാക്കിയുള്ള സിനിമകളും ഉണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ചിന്തിക്കുന്നത് ഞാൻ മാത്രമായിട്ടൊന്നും വിട്ടുന്നിട്ട് കാര്യമൊന്നുമില്ല. സിനിമയായിട്ട് കാണാൻ ഓഡിയൻസ് ശ്രദ്ധിക്കുന്നതായിരിക്കും നല്ലത്. നമ്മൾ ഒരു ഡയറക്ടറിന്റെ ക്രിയേറ്റീവ് ഫ്രീഡത്തിലേക്ക് കൈകടത്താതിരിക്കുന്നത് നല്ലതെന്ന് തോന്നുന്നു. ഇപ്പം ഷെരീഫിന്റെ അഭിപ്രായത്തില് പോളിനോട് വയലൻസ് ഒന്ന് ടോൺ ഡൗൺ ചെയ്യാൻ പറഞ്ഞതിൽ ഒരു ചെറിയ കുറ്റബോധം. എന്റെ അഭിപ്രായത്തിൽ ആ കുറ്റബോധം വേണ്ട. കാരണം അതുകൊണ്ട് ഇതൊരു ഫാമിലി ആക്ഷൻ മൂവി ആയിട്ട് മാറും. ഇല്ലെങ്കിൽ അതേ വയലൻസിന്റെ ടോണിൽ വേണമെങ്കിൽ ഇത് എടുക്കാം. ഇപ്പൊ ആനക്കൊമ്പ് കൊണ്ട് ആൾക്കാരെ കുത്തുന്നതും ബ്ലഡ് ചീറ്റുന്നതും അതൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. നമ്മൾ അങ്ങനെയുള്ള ഒരു കാര്യവും ചെയ്തിട്ടില്ല. വയലൻസ് എന്നുള്ള ഒരു കാര്യത്തിൽ ഓവർ ബ്ലഡോ ഈ പടത്തിൽ ഉണ്ടാവില്ല. ഇതിന്റെ പേരിൽ ഒരു മീഡിയ ചർച്ചയോ ഉണ്ടാവില്ല. ഇതിലെ വയലൻസ് കാട്ടാളൻ വയലൻസ് നമ്മൾ സ്ക്രിപ്റ്റിംഗിന്റെ ടൈമിൽ കുറെ എന്ന് പറഞ്ഞാൽ സ്റ്റോറി ഡിമാൻഡ് ചെയ്യുന്ന കുറെ വയലൻസുകൾ ഇതിലുണ്ടായിരുന്നു. അപ്പൊ ആ സമയത്താണ് ഈ പറഞ്ഞ പോലെ സിനിമകളിൽ വയലൻസ് കൂടുന്നുള്ളൊരു ചർച്ച ഭയങ്കരമാണ്. അപ്പോൾ ആ സമയത്താണ് ഷെരീഫ് ഖാന്റെ അടുത്ത് പറയുന്നത് അങ്ങനെയാണെങ്കിൽ നമ്മൾ മാക്സിമം വയലൻസ് അവോയ്ഡ് ചെയ്ത് തന്നെ പിടിക്കാൻ പറഞ്ഞിട്ടാണ് നമ്മൾ പിന്നെ ടോൺ ഡൗൺ ചെയ്തത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും വയലൻസ് ഒഴിവാക്കിയെന്നല്ല, പക്ഷെ നമ്മൾ മാക്സിമം അതിൽ നിന്ന് അവോയ്ഡ് ചെയ്തിട്ട് ഈ പറയുന്ന പോലെ ഫാമിലീസിനും എല്ലാവർക്കും കാണാവുന്ന രീതിയിൽ തന്നെയാണ്. അപ്പൊ അത് ഷെരീഫ് ഖാന്റെ ഒരു നിർബന്ധമായിരുന്നു. കാരണം മാർക്കോ കുറച്ച് ബ്രൂട്ടൽ വയലൻസ് ആയിരുന്നു. അപ്പൊ അതിനൊന്ന് ടോൺ ഡൗൺ ചെയ്തിട്ട് കുറച്ചും കൂടി
കോമൺ ഓഡിയൻസിനെ അക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിൽ ഒന്ന് ടോൺ ഡൗൺ ചെയ്ത് വയലൻസ് പിടിക്കാനായിട്ട് ഷെരീഫ് പറഞ്ഞു. അങ്ങനെയാണ്. അപ്പോൾ ആക്ച്വലി അതൊരു കോംപ്രമൈസ് ആണ്. പക്ഷെ നമ്മൾ ഈ പറയുന്ന പോലെ ആ ഒരു കൺസേൺ മുന്നിലെടുത്തിട്ട് നമ്മളത് ചെയ്തു. ചേട്ടാ ഇപ്പോൾ ആനയായിട്ടുള്ള ഇപ്പം നമ്മളെ ട്രെയിലറിൽ പറഞ്ഞ ഷോട്ട് തന്നെ ആനയുടെ മുന്നിൽ കൂടെ ഓടി വരുന്ന സീന്, മുമ്പ് ആനയായിട്ടുള്ള ഇത്തരം സീനുകൾ ചെയ്ത ഗജകേസരി യോഗത്തിലും പ്രായിക്കര പാപ്പാനിലും ആനയായിട്ടുള്ള സീനുകൾ ഉണ്ടായിട്ടുണ്ട്. ഇതിലേക്ക് വരുമ്പോൾ എത്രത്തോളം അത് ഡിഫറെൻ്റ് ആണ്, അല്ലെങ്കിൽ ഡിഫിക്കൽട്ട് ആയിരുന്നു അത്? ഈ രാശിയിലൊന്നും കാര്യമുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷെ എനിക്ക് ആന രാശിയാണ്. കാരണം ഗജകേസരി യോഗം, ഗജരാജ മന്ത്രം, പ്രായിക്കര പാപ്പാൻ, ഇതിലെല്ലാം തന്നെ ആനയുമായിട്ട് നല്ല ഒരുപാട് സീനുകൾ അഭിനയിക്കാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഗജരാജ മന്ത്രത്തിൽ ആനപ്പുറത്ത് തിരിഞ്ഞിരുന്ന് ആനപ്പുറത്ത് അതൊക്കെ ഒരു ഭാഗ്യമാണ്. ആന ഒന്നും ചെയ്യാത്തത്. ആനപ്പുറത്ത് ഇങ്ങനെ ഇരിക്കേണ്ട ഞാൻ തിരിഞ്ഞിരിക്കുകയാണ്. എനിക്ക് പാപ്പാനെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചാണ് ഞാൻ ആ വീട്ടിലേക്ക് വരുന്നത്. എനിക്കറിയില്ല എങ്ങനെയാണ് ഇരിക്കേണ്ടതെന്ന് പോലുമില്ല. തിരിഞ്ഞിരിക്കുന്ന സീനൊക്കെ റെസ്ക്യൂ ഷോട്ടാണ്. മാത്രമല്ല ഗജരാജ മന്ത്രത്തിലെ ഒരു ഷോട്ടില് ആനപ്പുറത്തുനിന്നും താഴെ ഇറങ്ങി സെയിം ഷോട്ടിൽ വില്ലൻ ബാബുരാജിനെ ഞാൻ ഇടിക്കുന്ന ഷോട്ടുണ്ട്. ഞാൻ അതിലെ നായകനാണ് ഗജരാജ മന്ത്രത്തിൽ. അപ്പോൾ അതൊക്കെ ആന വളരെ എന്താ പറയുക ഒരു കുഴപ്പം ഉണ്ടാക്കാതെ ആണ് പിന്നെ എന്നോട് സഹകരിച്ചത്. ആനകളോട് നന്ദി. ഇതിലും ആനയൊക്കെ ഓടിക്കുന്നുണ്ട്. നമ്മൾ എന്നെയും ഹനാനെയും ആന്റണിയൊക്കെ ശരിക്കും ഓടിക്കുന്നുണ്ട്. ആ ടെറൈനിൽ നമ്മൾ അത്ര ഈസി ഒന്നുമല്ല ഓടുന്ന. കാരണം ഒരുപാട് വള്ളികൾ നമ്മൾ ഷൂട്ട് ചെയ്തിരിക്കുന്ന ഫോറസ്റ്റിൽ തന്നെയാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്, അല്ലാതെ അഡ്ജസ്റ്റ്മെന്റ് അല്ല. നമ്മളിതിനകത്ത് ഒരു എന്താ പറയാ ഗ്രാഫിക്സ് ഒക്കെ CG ഒക്കെ വളരെ ഏറ്റവും മിനിമം മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. പ്രേക്ഷകർ പെട്ടെന്ന് മനസ്സിലാവും ഏതാണ് CGI. പെട്ടെന്ന് അല്ല, അങ്ങനെയുള്ള CG ഉപയോഗിക്കേണ്ടി അധികം വന്നിട്ടില്ല എന്നുള്ളതാണ്. ഇതിനകത്ത് ഡ്യൂപ്പില്ല. നമ്മളൊരു മേക്കിംഗ് വീഡിയോ കണ്ടിരുന്നു, പെപ്പെ ചാടി വന്ന് കൊടാലി പിടിക്കുന്നതൊക്കെ. പെപ്പെ ചാടിയിട്ടുണ്ട്. പെപ്പെ തന്നെയാണ് ചാടിയിട്ടുള്ളത്. പെപ്പെ ഇതിനകത്തുള്ള ആക്ഷൻ സീക്വൻസ് ഏത് സിനിമയെക്കാളും കൂടുതൽ റിസ്ക് ഉള്ള ഷോട്ട്സ് പെപ്പെ ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ പെപ്പയ്ക്ക് നല്ല ചലഞ്ചിങ് ആയിട്ടുള്ള റോളാണ്. ഈ സിനിമ കഴിയുമ്പോൾ പെപ്പയുടെ ഒരു സ്റ്റാർഡം കൂടും, യാതൊരു സംശയമില്ല. അത്രയ്ക്ക് നന്നായിട്ട് പെപ്പെ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. പെപ്പയുടെ ഇടി എന്ന് പറയുമ്പോൾ നല്ല കിൻഡൽ ഇടിയാണ്. ഒരു എത്ര കിലോ 15 എന്ന് ചിലർ പറയുന്നു. എത്ര ഇഷ്ടമുള്ള കിലോ പറയാം. ഞാനൊരു 15 കിലോ പറയാം പെപ്പയുടെ. ഒരു 15 കിലോയുടെ ഇടിയാണ് പെപ്പയുടെ. പിന്നെ മാത്രമല്ല, പെപ്പെ ഫൈറ്റ് ചെയ്യുമ്പോൾ എതിരാളിയെ പെപ്പെ കീഴ്പ്പെടുത്തുന്നത് നമുക്ക് കൈയടിക്കാൻ തോന്നും. എല്ലാ ഹീറോസിനും തോന്നുമെന്ന് ചോദിച്ചിരുന്നാൽ അങ്ങനെ ഇപ്പം മോഹൻലാല് ചെയ്യുമ്പോൾ നമുക്ക് തോന്നില്ലേ ലാലിന്റെ ഇത്ര കിലോ ഉണ്ടെന്ന് തോന്നില്ലേ. അത് കഴിഞ്ഞാൽ പിന്നെ യുവതലമുറയിൽ പെപ്പയുടെ ഇടിക്കാണ് ഏറ്റവും കൂടുതൽ നല്ല. ബാക്കിയുള്ള ഹീറോസ് മോശമൊന്നുമല്ല, അവരുടെ ഏകദേശമൊക്കെ നല്ല രീതിയിൽ. പക്ഷെ പെപ്പയുടെ ഇടിക്ക് നമ്മുടെ വീട്ടിലുള്ള ഏതോ ഒരു ചെറുപ്പക്കാരൻ എന്നുള്ള ഒരു ഫീലിംഗ് പെപ്പയ്ക്കുണ്ട്. പ്രേക്ഷകന് ഫീൽ ചെയ്യുക. അങ്ങനെ പ്രേക്ഷകരുടെ ഒരു സപ്പോർട്ട് പെപ്പയ്ക്കുണ്ട്. അത് കാട്ടാളനെ ഗുണം ചെയ്യും. പെപ്പ തന്നെയായിരുന്നു ആദ്യത്തെ ഒരു ചോയ്സ്. ഇത് എഴുതുന്ന സമയത്ത് പെപ്പ തന്നെയായിരുന്നു. നമ്മൾ ഇതിന്റെ ബഡ്ഡിങ് സ്റ്റേജ് മുതൽ ആന്റണി തന്നെയായിരുന്നു ഫസ്റ്റ് ചോയ്സ്. ചോദിച്ചേട്ടാ, ഇപ്പൊ ഇമേജ് ബ്രേക്ക് ചെയ്യുന്ന പറഞ്ഞ സംഭവം ഉണ്ടല്ലോ. ഇപ്പം കൊമേഡിയനായിട്ട് വന്നു, നായകനായി 40ഓളം സിനിമകളിൽ എനിക്ക് തോന്നുന്നു നായകനായിട്ട് വന്നു, പിന്നെ ക്യാരക്ടർ റോൾ ചെയ്യുന്നു. ടോണി ഐസക് ആയിട്ട് ഒരു ക്രൂരനായ വില്ലനായിട്ട് വരുമ്പോൾ ഇത് പ്രേക്ഷകർ അക്സെപ്റ്റ് ചെയ്തു. ഇത് തുടരുക എന്ന് പറഞ്ഞൊരു ഫാക്ടർ ഉണ്ടല്ലോ, ഇത് ഈ ഇമേജ് ബ്രേക്ക് ചെയ്ത് അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ എന്ന് പറഞ്ഞൊരു ഫാക്ടർ ഉണ്ടല്ലോ. അതെങ്ങനെയാണ് ചെയ്തത് ഇപ്പം നോക്കുന്നത്? ഇപ്പം മധുവിധുവിൽ കോമഡി ക്യാരക്ടർ ചെയ്തു, അത്യാവശ്യം വീണ്ടും കാട്ടാനിലേക്ക് വരുമ്പോൾ ഈ പറഞ്ഞ പോലെ കുറച്ച് റഗ്ഡ് ക്യാരക്ടറാണ്. അപ്പൊ ഈ ബാലൻസിങ് ഞാൻ തുടരുക അതെങ്ങനെയാണ്? അല്ല, അത് ഭാഗ്യം എന്നോ ഈശ്വരാനുഗ്രഹം എന്നൊക്കെ പറയാം. കാരണം നെഗറ്റീവ് ഷെയ്ഡ്സ് ഉള്ള ഇത്രയും വേഷങ്ങൾ ചെയ്യുന്നതിനിടയ്ക്ക് തന്നെ ഹ്യൂമറസ് ആയിട്ടുള്ള പോസിറ്റീവ് റോൾസും വരുന്നുണ്ട്. പിന്നെ റോഷാക്കിലുള്ള നെഗറ്റീവാണ്, ഫാലിമിയിലുള്ള പോസിറ്റീവാണ്, ഓസ്ലറിൽ നെഗറ്റീവാണ്, വീണ്ടും പോസിറ്റീവ് ഗുരുവായൂർ അമ്പലനടയിൽ പോസിറ്റീവ്. ബാലൻസ്, കൃത്യമായ ബാലൻസിങ് അങ്ങനെ വന്ന് ഭവിക്കുന്നു. ഇപ്പൊ തന്നെ മോഹിനിയാട്ടത്തില് ഹ്യൂമർ ഉണ്ട്, മധുവിധുവില് ഹ്യൂമർ ഉണ്ട്. അത് നല്ല. കാട്ടാളനില് ഹ്യൂമർ അല്ല, വില്ലനിയും അല്ല, ഒരു ഇടയിൽ നിൽക്കുന്നവരല്ലേ. ഇടയിൽ നിൽക്കുന്ന അത് പറയാനേ അവർ സമ്മതിക്കുന്നില്ല. ഇല്ലേ, ഞാൻ പറഞ്ഞു തന്നെ അത് ഒരു ഇമോഷണൽ ക്യാരക്ടറാണ്. ഈ അലി എന്ന് പറയുന്ന ഒരു കഥാപാത്രം അയാളുടെ മനസ്സിലുള്ള കാര്യം, അയാൾ തൊഴിലാളിയാണ്. അയാൾ വിചാരിച്ചാൽ ഈ കാട് മാറ്റിമറിക്കാന്നുള്ള ചിന്തയൊന്നും അയാൾക്കില്ല. അയാള് ഈ കാടിന്റെ ഈ എന്നും വിധേയനായി പോലെ ജോലി ചെയ്യാൻ വിധിക്കപ്പെട്ടവനാണ് ഈ അലി. പക്ഷെ
പക്ഷെ അത്രയും സമ്മതിക്കുന്നില്ല കേട്ടോ. ബാക്കി പറയാൻ സമ്മതിക്കുന്നില്ല. ഇപ്പൊ ഇതിന്റെ ട്രെയിലർ വരുന്ന സമയത്ത് ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഫാക്ടർ തോന്നിയത് എനിക്ക് രണ്ട് കാര്യങ്ങൾ. ഒന്ന്, മ്യൂസിക് 3 തരം മ്യൂസിക് വന്നു. 2, ഞാൻ പെട്ടെന്ന് ഷോക്കായി പോയ ഒരു കാര്യം ഐമാക്സിൽ കാണാമെന്നുള്ള ഒരു ഫാക്ടറാണ്. ഇത് രണ്ടിന്റെ ഈ ചോയ്സ് എങ്ങനെയായിരുന്നു? പ്രൊഡ്യൂസർ, ഡയറക്ടർ എങ്ങനെയാണ്? മ്യൂസിക് നമ്മൾ പ്ലാൻ ചെയ്തെന്ന് വെച്ചാൽ 3 മ്യൂസിക് കൊടുത്തത് ഇപ്പൊ ഓഡിയൻസിന് പല ടേസ്റ്റ് ആയിരിക്കുമല്ലോ. അപ്പൊ ആ ടേസ്റ്റും കൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് 3 ടൈപ്പ് ഓഫ് മ്യൂസിക് കൊടുത്തത്. അപ്പൊ അതില് ഓഡിയൻസ് ഏതാണോ കൂടുതൽ സെലക്ട് ചെയ്യുന്നത് അത് നമ്മൾ മൂവിയിലേക്ക് കൂടുതൽ യൂസ് ചെയ്യാന്നുള്ള പ്ലാൻ ആയിരുന്നു. അപ്പൊ അങ്ങനെ എനിക്ക് തോന്നുന്നു മെയിൻ മ്യൂസിക് തന്നെയാണ് ഓഡിയൻസ് ചൂസ് ചെയ്തത്. നമ്മള് അതെ, ജംഗിൾ ബീസ്റ്റ്. അപ്പൊ അത് തന്നെയാണ് സിനിമയിലേക്കും നമ്മൾ കൂടുതൽ എക്സ്റ്റൻഡഡ് വേർഷനായിട്ട് എടുത്തിട്ടുള്ളത്. പിന്നെ ഐമാക്സും എപ്പിക്കും എന്ന് പറയുമ്പോൾ നമ്മൾ 1.9 ഏതായിരുന്നു 1.1:90. അപ്പോൾ അതായത് ഐമാക്സ് റേഷ്യോയിലാണ് ഈ സിനിമ ഷൂട്ട് ചെയ്തത്. അത് തുടക്കം തൊട്ടേ നമ്മളെ രണദേവ്, നമ്മളെ ക്യാമറാമാൻ, പുള്ളിയുടെ നിർബന്ധമായിരുന്നു നമുക്ക് അങ്ങനെ ഷൂട്ട് ചെയ്യാം എന്നുള്ളത്. അപ്പോൾ നമ്മൾ എപ്പിക്കായിട്ടും സംസാരിച്ചിരുന്നു. അപ്പോൾ ഐമാക്സ് ആയിട്ട് എനിക്ക് തോന്നുന്നു നമ്മളൊരു മാർക്കോയ്ക്ക് ശേഷം തന്നെ ഐമാക്സ് ആയിട്ട് നമ്മൾ കോൺടാക്റ്റിലുണ്ട്, സ്ഥിരമായിട്ട് കോൺടാക്റ്റിലുണ്ട്. പക്ഷെ ഐമാക്സിന്റെ ഒരു ചെറിയ ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ 1 മാസത്തിൽ ഒരു മൂവി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഹോളിവുഡ് സിനിമ ഏതാണോ മെയിലെന്ന് നോക്കുന്നുണ്ട് അവർ. അപ്പോൾ ഇല്ലെങ്കിൽ മാത്രം നമുക്ക് കാട്ടാനുള്ള ചാൻസ് ഉള്ളൂ. പക്ഷെ ഐമാക്സിൽ നിങ്ങൾക്ക് ഫുൾ സ്ക്രീനിൽ പടം കാണാൻ പറ്റും. പക്ഷെ ഞങ്ങൾ നോക്കുന്നത് ഫിലിം ഫോർ ഐമാക്സ് എന്ന രീതിയിൽ ഐമാക്സ് സർട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നത്. പക്ഷെ സിനിമ നിങ്ങൾക്ക് ഫുൾ സ്ക്രീനിൽ കാണാൻ പറ്റും. അല്ലാതെ ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ചില സിനിമകൾ നോർമൽ തിയേറ്റേഴ്സിൽ ഫുൾ സ്ക്രീൻ ആണെങ്കിൽ ഐമാക്സിലും എപ്പിക്കിലും കട്ട് ഉണ്ടാവും. ഇതിലതുണ്ടാവില്ല. ഇതിലതുണ്ടാവും. 2 തിയേറ്ററിലും ഫുൾ സ്ക്രീനിൽ ഓഡിയൻസിന് കാണാൻ പറ്റും. അത് ഗ്യാരണ്ടീഡ് ആണ്. ഭാവിയിൽ ക്യൂബ്സ് എന്റർടൈൻമെന്റ് ബാനറിൽ ഒരു ഐമാക്സിലൊക്കെ ക്യാമറയിലൊക്കെ ഷൂട്ട് ചെയ്യുന്ന പടം വരുമോ? നമുക്ക് ആഗ്രഹമുണ്ട്. അല്ല, സെൻസറിങ്ങിന്റെ കാര്യത്തിൽ അത്തരത്തിൽ എന്തെങ്കിലും ഒരു കൺസേൺ ഉണ്ടോ? കാരണം മാർക്കോ കെ സർട്ടിഫിക്കറ്റ് വന്നു. ഇതിൽ സെൻസർ ബോർഡിന്റെ ഒരു റൂൾസ് ഉണ്ടല്ലോ. നമുക്ക് ഇപ്പൊ നമ്മൾ സിനിമ മേക്ക് ചെയ്യുന്ന ഡയറക്ടർക്ക് ആ റൂൾസ് ചിലപ്പോൾ പറഞ്ഞോളന്നില്ല. അവരവരുടെ ഡ്യൂട്ടി ചെയ്തു. അത് അവരെ കുറ്റം പറയാൻ പറ്റില്ലല്ലോ. കാട്ടാളന്റെ കാര്യത്തിൽ നമ്മൾ ഒരു കാലത്തും സെൻസർ ബോർഡുമായിട്ട് ഒരു യുദ്ധത്തിനില്ല. അവർ ചെയ്യുന്നത് ന്യായം തന്നെയാണ്. അവരുടെ ഭാഗത്തുനിന്ന് അവരുടെ നിയമങ്ങൾ അനുസരിച്ചാണ് അവർ ചെയ്യുന്നത്. പിന്നെ ഇത് ആ നിയമങ്ങൾ അനുസരിച്ച് ചെയ്യാൻ വേണ്ടി മാത്രം നമ്മൾ വയലൻസ് നമ്മൾ കുറച്ച് ആക്ഷൻ ഫിലിമാക്കി മാറ്റിയിട്ടുണ്ട്. അതിന്റെ പരിഗണന അവർ തരുന്നതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഇനി മാർക്കോ നമുക്ക് സാറ്റലൈറ്റ് ഇതുവരെ ഇല്ല. അതിന്റെ കാരണം വെച്ചാൽ സാറ്റലൈറ്റിന് വേണ്ടി നമ്മൾ UA സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിരുന്നു. കാരണം കട്ട് ചെയ്തപ്പോൾ എനിക്ക് 1 hour 45 minutes ആയി പോയി. കാരണം വയലൻസ് അത്രയും പോർഷൻ കട്ടായി പോയി. പക്ഷെ അപ്ലൈ ചെയ്തിട്ടും അവർ തന്നില്ല. പക്ഷെ അവർ പറഞ്ഞു നിങ്ങൾക്ക് ഇപ്പൊ തന്നു കഴിഞ്ഞാൽ കുറച്ച് ഇഷ്യൂസ് ഉണ്ട്, അതുകൊണ്ട് ഇപ്പോൾ സർട്ടിഫിക്കേഷൻ തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. നമ്മൾ അതിനെ അഗെയിൻസ്റ്റ് കേസിന് പോയൊന്നും ചെയ്തിട്ടില്ല. നമ്മൾ പറഞ്ഞു വി റെസ്പെക്ട് യുവർ ഡിസിഷൻ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നത്. നമ്മൾ പലപ്പോഴും പല ആക്ഷൻ സിനിമകളും കാണുന്ന സമയത്ത് ടെക്നിക്കലി സ്ട്രോങ് ആയിരിക്കും, ആക്ഷൻ സീനുകളെല്ലാം ഗംഭീരമായിരിക്കും. പക്ഷേ ഡയലോഗിൽ എവിടെ ഒരു ചെറിയൊരു ആർട്ടിഫിഷ്യാലിറ്റി മുഴച്ചു നിൽക്കുന്നത് നമ്മൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇതിൽ കാട്ടാളനിൽ വരുമ്പോഴേക്കും ആക്ടേഴ്സ് എല്ലാം അന്യഭാഷ ആക്ടേഴ്സാണ്. ഒരു ഡബ്ഡ് ഫീൽ നമുക്ക് ഒരിക്കലും വരാനും പാടില്ല. പ്രേക്ഷകർക്ക് അത് കൂടുതൽ കണക്ട് ആകുകയും വേണം. അപ്പം ഉണ്ണിയാറാണ് ഡയലോഗ്സ് എഴുതുന്നത്. അത് എത്രത്തോളം ഒരു ശ്രദ്ധ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഡയലോഗ്സിന്റെ കാര്യത്തിൽ? അല്ല, തീർച്ചയായിട്ടും അത് ഇപ്പോ അത്രത്തോളം ശ്രദ്ധ കൊടുത്തുകൊണ്ടാണ് ഉണ്ണിയാറിനെ പോലത്തെ ഒരാളെ കൊണ്ടുവന്നത്. എഴുതിയ പടങ്ങൾ നമുക്കറിയാം. ബിഗ് ബി നോക്കിയാലും ഇപ്പോഴും അത് എന്താ പറയാ മാർക്കാണ് ഡയലോഗ്സ്. അപ്പോ ഉണ്ണിയേട്ടൻ നമ്മുടെ കയ്യിൽ വരുമ്പോൾ നമ്മുടെ കയ്യിൽ ആക്ച്വലി ഡയലോഗ്സ് വളരെ കുറവാണ്. നമ്മുടെ ഫിലിമിൽ കമ്പയർ ടു അതർ ഫിലിംസ് നമ്മുടെ പടത്തിൽ വളരെ കുറച്ച് ഡയലോഗ്സ് ഉണ്ട്. അപ്പോ പറയുന്ന ഡയലോഗ്സ് കുറച്ച് പ്രൊമിനന്റ് ആവണം. കാരണം ആളുകളിലേക്ക് അത് കണക്ട് ആവണം ആ ഡയലോഗ്സ്. അപ്പൊ ആ വളരെ കുറച്ച് ഡയലോഗുകൾ എങ്ങനെ ഭംഗിയാക്കാം എന്നുള്ളൊരു ഐഡിയയിൽ നിന്നാണ് ഉണ്ണിയാറിന്റെ ഒരു ഓപ്ഷനിലേക്ക് നമ്മൾ പോകുന്നത്. അദ്ദേഹം അത് 100% അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ചേട്ടാ, ഇപ്പോൾ മാർക്കോ വന്നു. ഈ മാർക്കോയും കാട്ടാളും തമ്മിൽ ഏതെങ്കിലും രീതിയിൽ കണക്ഷൻ ഉണ്ടോ? ഒരു യൂണിവേഴ്സ് ബിൽഡ് ചെയ്യാൻ? അല്ല, യൂണിവേഴ്സ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയുള്ള ബോധപൂർവമായിട്ടുള്ള ശ്രമമൊന്നുമില്ല. കഥാപരമായിട്ടുള്ള ചില കാര്യങ്ങൾ വരുമ്പോൾ യൂണിവേഴ്സ് ആണെന്നൊക്കെ പ്രേക്ഷകർക്ക് തോന്നിയാൽ അവരെ കുറ്റപ്പെടുത്താനും പറ്റില്ല. അപ്പൊ എന്തോ ഉണ്ട്. അല്ല, അങ്ങനെ യൂണിവേഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല. ഏതെങ്കിലും ഒരു സിനിമയുടെ പാർട്ട് 2 എന്തായിരുന്നാലും ഉണ്ടാകും, അങ്ങനെ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. പക്ഷെ നല്ല കഥ വന്നു കഴിഞ്ഞാൽ മാർക്കോയ്ക്ക് പാർട്ട് 2 ഉണ്ടാവും, കാട്ടാളന് പാർട്ട് 2 ഉണ്ടാവും. അതിനേക്കാളും നല്ല കഥ കിട്ടിയാൽ കാട്ടാളന് പാർട്ട് 3 ഉണ്ടാവും. പക്ഷെ ഇതിലൊന്നും അലി മരിക്കാൻ പാടില്ല. അലിയെ കൊല്ലരുത്. അതെ. പക്ഷേ ടോണി ഐസക്ക് മാർക്കോയുടെ
പാർട്ട് 2 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ടോണി ഐസക് ഇല്ല യഥാർത്ഥത്തിൽ ബോംബ് ബ്ലാസ്റ്റിൽ മരിച്ചിട്ടുണ്ടോ? ഉണ്ടോ അതെ. കൺഫ്യൂഷൻ അല്ല ആണ്. ഇനി മരിച്ചാലും കുഴപ്പമില്ല. കാരണം വെച്ചാൽ വീണ്ടും തിരിച്ച് കാട്ടാളനും മാർക്കും കമ്പൈൻ ചെയ്തൊരു മൂവി എടുത്താലും മതി രണ്ട് ക്യാരക്ടേഴ്സ് ആണല്ലോ. അതായത് ക്യാരക്ടേഴ്സ് ജഗദീഷ് ചേട്ടൻ എന്നൊരു ഇതിനെ അവിടെ place ചെയ്യാം. എവിടെ വേണോ place ചെയ്യാം. പ്ലേസ് ചെയ്യാം. ക്യാരക്ടേഴ്സ് ആണല്ലോ. അതില് ഐസക് ഇതില് നമ്മളല്ലേ കഥ അലി. ഉണ്ടാക്കുന്നത്. അതെ, അതെ. ജയിച്ചേട്ടാ ഇപ്പൊ മാർക്കോ പോലൊരു പടം, ഒരു വയലന്റ് ആക്ഷൻ സിനിമ 100 കോടി ക്ലബ്ബിൽ കയറുന്നു. ഇപ്പൊ റീസെന്റ് ആയിട്ട് ഭരതനാട്യം പോലൊരു സിനിമ, ഡാർക്ക് ഹ്യൂമർ പടം ഏറ്റെടുക്കുന്നത് കംപ്ലീറ്റ്ലി ഫാമിലി ഓഡിയൻസ് ആണ്. ഫാമിലി ഓഡിയൻസ് തിയേറ്ററിലേക്ക് വരുന്നു, അവരിത് കൂടുതൽ സ്വീകരിക്കുന്നു. ഈ മലയാള സിനിമയുടെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് ഉണ്ടല്ലോ, ഈ പറയുന്ന പോലെ എല്ലാ സിനിമകളും വരുന്നു. കാട്ടാളം പോലെ ബിഗ് ബഡ്ജറ്റ് സിനിമ വരുന്നു, പേട്രിയറ്റ് പോലെ മമ്മുക്ക മോഹൻലാൽ ഒരുമിച്ച് വരുന്ന പടങ്ങൾ വരുന്നു. അപ്പൊ ഈ എന്താണ് ഒരു വെള്ളിയാഴ്ച സംഭവിക്കുന്നതെന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. ഈ ഒരു ട്രെൻഡിനെ എങ്ങനെയാണ് ജഗദീഷ് അല്ല, നോക്കുന്നത്? അത് നമുക്ക് ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. അൾട്ടിമേറ്റ് ആയിട്ട് പ്രേക്ഷകർക്ക് എന്റർടൈനിങ് ആയിരിക്കണം. അതാണ് അത്. ആക്ഷൻ ആയാലും ഇല്ലേ, കിൽ എന്ന് പറഞ്ഞൊരു പടം, അതെ അതെ. ദുരന്തറിലെ വയലൻസ് ഉണ്ട്. വേറെയും വയലന്റ് ആയിട്ടുള്ള നല്ലതുപോലെ ആക്ഷൻ സീക്വൻസുകൾ കൈകാര്യം ചെയ്യുന്ന ആർട്ടിസ്റ്റുകളുടെ പല പടങ്ങളും ഫ്ലോപ്പായി പോയി. അല്ല, ടൈഗർ ഷ്രോഫിന്റെ ഒക്കെ സിനിമകൾ അടുത്ത കാലത്ത് എല്ലാം ഫ്ലോപ്പാണ്. അതെ അതെ. പക്ഷെ അയാൾ നല്ല രീതിയിൽ ആക്ഷൻ കൈകാര്യം ചെയ്യുന്ന ആളാണ്. അപ്പൊ സ്ക്രിപ്റ്റാണ് ഏത് ചിത്രത്തിന്റെയും സക്സസിന് പിന്നിൽ. സ്ക്രിപ്റ്റ് നന്നായാൽ, കില്ല് നന്നായെന്ന് പറഞ്ഞാൽ എല്ലാവരും പറയും കുറെ ആക്ഷൻ മാത്രമല്ലേ ഉള്ളൂ, പക്ഷെ അതിന്റെ ഒരു ഇമോഷണൽ കണ്ടന്റ് ആ പടത്തിനകത്തുണ്ട്. ആ ഹീറോ അടിക്കണം എന്ന് നമ്മൾ അടിക്കടാന്ന് നമ്മൾ ഹീറോ എടുത്ത് പറഞ്ഞു പോകും. അതേപോലെ തന്നെ ദുരന്തറിലെ വയലൻസ് കൂടുതലാണ്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ ആ ദുരന്തറിലെ ആ ഹീറോ അയാളുടെ ഇമോഷൻസ്, ആദ്യത്തെ ഇമോഷൻസ് സ്വന്തം സഹോദരിയെ പിന്നെ തട്ടിക്കൊണ്ട് പോയതിന്റെ ഒരു സംഭവം, ആ പ്രതികാരം ചോദിക്കാനായിട്ട് വരാൻ നേരത്തെ എല്ലാവരെയും അയാൾ വെട്ടി വീഴ്ത്തുകയാണ്, അല്ലെങ്കിൽ കുത്തിക്കൊല്ലുകയാണ്, അല്ലെങ്കിൽ വെടിവെച്ച് വീഴ്ത്തുകയാണ്. എന്തായിരുന്നാലും ആ വയലൻസ് അത് കണ്ടിട്ട് നമ്മൾ പിന്നെ ആൾക്കാർ വയലൻസിലേക്ക് തിരിയുന്ന പറയാൻ പറ്റില്ല. ഇപ്പോൾ അമേരിക്കയിലൊക്കെ സ്കൂൾ കുട്ടികളുള്ളിടത്ത് നിന്ന് ഷൂട്ടൗട്ട് നടത്തുന്നില്ലേ ചിലര്? അവരേതെങ്കിലും സിനിമ കണ്ടിട്ടുള്ള ഐഡിയയിലാണോ? ഏത് സിനിമയിലാണ് സ്കൂൾ കുട്ടികളെ കൊല്ലുന്നതൊക്കെ വന്നിട്ടുള്ളത്? ഒന്നുമില്ല. അത് ഓരോരുത്തരുടെ മനസ്സിന്റെ ആ ഒരു മേക്കപ്പാണ്. ഇപ്പോൾ എത്ര വയലൻസ് സിനിമ കണ്ടിരുന്നാലും ഞാൻ ഒരാളെ പോലും അടിക്കാനായിട്ട് എൻ്റെ കൈ ഓങ്ങുമില്ല. വേറെ ആരെങ്കിലും അടിക്കാൻ വന്നാൽ ഞാൻ ഓടുകയും ചെയ്യും. അത് പറയണല്ലോ, ആരടിക്കാൻ വന്നാലും ഞാൻ ഓടും. എന്തിനാ ഞാൻ നിൽക്കുന്നത് അവിടെ? എന്തിനാ അടികൊള്ളേണ്ട കാര്യം എന്താ? അല്ലല്ല, അത് മറ്റേ പടത്തില് കണ്ടില്ലേ, ആ പടത്തില് രൺവീർ സിംഗ് ഇടിക്കാൻ വരുമ്പം പിടിച്ചു നിൽക്കുന്ന കണ്ടില്ലേ, അതേപോലെ തിരിച്ചു കൊടുക്കാമെന്ന് എന്നെ കൊണ്ട് പറ്റില്ല. ഞാൻ ഓടും, ഏറ്റവും നല്ല സ്പീഡിൽ ഓടും. ആ സ്പീഡിൽ ചിലപ്പോൾ എന്നെ ഇടിക്കാൻ വരുന്ന ആൾക്ക് ഓടാൻ പറ്റുമെന്ന് എനിക്കറിയാം. കാട്ടാളനിൽ തിരിച്ചു കൊടുത്തിട്ടുണ്ട്. സിനിമയിലൂടെ മറുപടി പക്ഷേ പറഞ്ഞിട്ട് പക്ഷേ ഇപ്പൊ ഇതിന്റെ കൂടെ ചോദിക്കാനുള്ള ചോദ്യം, ഇപ്പൊ വാഴ 2 ഭയങ്കര ഹിറ്റ് ആവുകയാണല്ലോ ജയചേട്ടാ. ജയചേട്ടൻ കൂടെ ഭാഗമായിട്ടൊരു സിനിമയാണ് വാഴ. ഇപ്പം വെറും കണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ വെച്ച്, ഈ പറഞ്ഞ സ്റ്റാർ വാല്യൂ ഒന്നുമില്ല, അതൊക്കെ പിള്ളേരെ വെച്ച് മലയാളത്തിലെ ഏറ്റവും ഹൈസ്റ്റ് ഗ്രോസിംഗ് പടമായിട്ട് മാറിയിരിക്കുകയാണ് വാഴ. അപ്പോൾ ഇന്ന് ഈ സ്റ്റാർസ് ഒന്നും ഇല്ലെങ്കിലും സിനിമകളോട് ഈ പറഞ്ഞ കണ്ടന്റ് ആണ് ഹൈ എന്ന് പറയുന്നത്. ഈ വാഴയുടെ ഒരു വലിയ സക്സസ് ജഗദീഷ് എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അല്ല, അതിനകത്ത് ഹുക്ക് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്. നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് നമ്മൾ കണ്ടിട്ടുള്ള സ്കൂൾസിലെ വിദ്യാർത്ഥികൾ, നമ്മുടെ കണ്ടിട്ടുള്ള ചില, അല്ലെങ്കിൽ കേട്ടിട്ടുള്ള വായിച്ചറിഞ്ഞിട്ടുള്ള ചില നല്ല അധ്യാപകർ, ചില വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള അധ്യാപകർ, ചില വിദ്യാർത്ഥികളോട് ഒരു ശത്രുക്കളെ പോലെ പെരുമാറുന്ന അധ്യാപകർ, രക്ഷകർത്താക്കൾ തന്നെ മക്കളോട് സ്നേഹത്തോടെ പെരുമാറുന്നവർ, മക്കളെ ഇഗ്നോർ ചെയ്യുന്നവര്, ഇതെല്ലാം നമ്മൾ കാണുന്നുണ്ട്. ഇതൊക്കെ ഒരു സിനിമയുടെ രൂപത്തിലാവുമ്പോൾ അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കൊണ്ടുപോകുന്നു. അതിനകത്ത് ഹ്യൂമർ ആദ്യം കുറേ വർക്ക് ചെയ്തിട്ടുണ്ട്. കുട്ടികളെന്ന് പറയുന്നത് ഒരു തിയേറ്ററിനകത്ത് അവർ ലൈറ്റ്സ് ഓഫ് ആവുമ്പോൾ അവർ പെരുമാറുന്നതിന്റെ രീതിയാണ് ആ തിയേറ്റർ സീക്വൻസ്. പക്ഷെ അത്തരം സീക്വൻസുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. തിയേറ്ററിൽ ലൈറ്റ്സ് ഓഫ് ആയി കഴിഞ്ഞിരുന്നാൽ എന്തെങ്കിലുമൊക്കെ കമന്റ് പറയുന്നതും അതിന് തിരിച്ച് കമന്റ് പറയുന്നതും, ഇതേപോലെ പോലീസ് ഇൻസ്പെക്ടർ വന്നിട്ട് കമന്റ് പറയുന്ന അധികം കണ്ടിട്ടില്ല. എന്നാൽ പോലും അതൊക്കെ നമ്മൾ ജീവിതത്തിൽ കണ്ടിട്ടുള്ള കാര്യങ്ങളാണ്. അതിനെ സിനിമയുടെ ഭാഗമാക്കുമ്പോൾ അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പ്രസന്റ് ചെയ്ത്, പിന്നെ അവസാനം വളരെ ഇമോഷണൽ ആയിട്ട് കണക്ട് ചെയ്തു, റിലേറ്റബിൾ ആയിട്ട് കൂടി റിലേറ്റബിൾ ആണ്. എല്ലാവർക്കും കണ്ടിട്ട് പറഞ്ഞതെന്ന് വെച്ചാൽ എനിക്ക് ഇതേപോലെ ഒരു അനുഭവം ഉണ്ട് എന്ന് പറഞ്ഞ എല്ലാവരും ഉണ്ട്. അത് വാഴ 2ന്റെ സക്സസ് അത് തന്നെയാണ്. അതിലെ ഓരോ ഇൻസിഡന്റും ആർക്കെങ്കിലും ഒക്കെ ഇതേപോലത്തെ ഇൻസിഡന്റ്, സിമിലർ ഇൻസിഡൻസ് ഞാൻ ലൈഫിൽ ഇതേപോലെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെന്ന് പറയാൻ കഴിയും. അത് മാത്രമല്ല, എന്റർടൈൻമെന്റും ഉണ്ട്, പിന്നെ ഫ്രഷ്നെസ് ഉണ്ട്. ഈ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അവരുടേതായിട്ടുള്ള ഒരു പെർഫോമൻസ് ഒരു സിനിമയുടെ ഭാഗമായിട്ട് അവർ വന്നപ്പോൾ അതിനും ഫ്രഷ്നെസ് ഉണ്ട്. അതെല്ലാം കൂടെ ചേർത്ത് സക്സസിന് ഇതെല്ലാം എല്ലാം വരുമ്പോൾ എല്ലാം പോസിറ്റീവ് ആവും. അപ്പോൾ ഇപ്പോൾ കാട്ടാളനായിട്ട് വരുമ്പോൾ ഉറപ്പായിട്ടും മാർക്കോ പോലൊരു പടം അവിടെ ബെഞ്ച് മാർക്കായിട്ട് കിടപ്പുണ്ട്.
അതിൻ്റെ ഒരു പ്രഷർ അല്ലെങ്കിൽ അതിൻ്റെ ഈ പറയുന്ന ഒരു ഹൈപ്പ് ഏതെങ്കിലും രീതിയിൽ ഒരു പ്രഷറായിട്ട് മാറിയിട്ടുണ്ടോ ഏതെങ്കിലും ഒരു? പ്രഷർ അല്ല, അത് സിനിമ തുടങ്ങുന്നതിനേക്കാൾ മുമ്പ് തന്നെ എൻ്റെ അടുത്ത് ഷെരീഫ് ഖാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും വലിയ പോകേണ്ട ചാലഞ്ച് എന്ന് പറയുന്നത് മാർക്കോ എന്ന് പറയുന്ന ഒരു പടം അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഞാനത് ഒരു കാര്യം പറയാനുള്ള വെച്ചാല് നമ്മൾ ടീച്ചർ ഇറങ്ങിയപ്പോ ഒരു മിക്സ്ഡ് അഭിപ്രായം പടത്തിന് വന്നിരുന്നു. അപ്പൊ ഞാൻ പോളോട് പറഞ്ഞാൽ ആ മിക്സ്ഡ് അഭിപ്രായം വരാനുള്ള കാരണം നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടാണ്. ശരിക്ക് പോള് വേറൊരു പ്രൊഡക്ഷനായിട്ട് മൂവി പ്രൊഡ്യൂസ് ചെയ്തിരുന്നെങ്കിൽ ഒരിക്കലും അതൊരു പൊട്ട ടീച്ചർ അല്ല, പക്ഷെ ആൾക്കാർ എക്സ്പെക്ട് ചെയ്ത് അതായിരുന്നില്ല. ശരിക്കും സിനിമയുടെ ഒരു 30% ഷൂട്ട് കഴിഞ്ഞ സമയത്താണ് ചെയ്തത്. കാരണം അപ്പൊ പോളിനും അതിൽ ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു ആ ടീച്ചറിന്. അപ്പൊ അത് ആൾക്കാർക്ക് എന്താ പറയാ മിക്സ്ഡ് ആയിട്ട് വന്നപ്പോഴാണ് നമ്മള് സിനിമ എന്താണെന്ന് ട്രെയിലറിലൂടെ കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചത്. ഈ രവി ബാസറിനെ പോലെ ഒരു മ്യൂസിക് ഡയറക്ടർ വരുമ്പോൾ മാർക്കോ എത്ര എലിവേറ്റ് ചെയ്തിരുന്ന ആളാണ് അദ്ദേഹം. ഇന്നും അദ്ദേഹം വരുമ്പോൾ എങ്ങനെയാണ് പടം? അത് ഈ സിനിമ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ നന്നായി എടുത്തു വെച്ചിട്ടുണ്ട്. അതിനെ എലിവേറ്റ് ചെയ്യാനായിട്ട് രവി ബാസർ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഷമീറിന്റെ കട്ട്സ് ഈ സിനിമ ഒരു മാജിക് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ രവി ബാസറിന്റെ മ്യൂസിക്കില് ആൾക്കാർക്ക് ജെൻസി യൂത്തിന് ഒന്ന് തുള്ളിച്ചാടി പുറത്തിറങ്ങാനുള്ള പരിപാടി പുള്ളി ചെയ്തു വെച്ചിട്ടുണ്ട്. ശരി, ഇപ്പോൾ ഇടയ്ക്ക് വെച്ച് മമ്മൂക്ക പ്രോജക്റ്റ് അനൗൺസ് ചെയ്തിരുന്നു. അപ്പോൾ അത് പല മാറ്റങ്ങളും പല കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എങ്ങനെയാണ് ആ മമ്മൂക്ക പ്രോജക്റ്റിന്റെ ഒരു ഫ്യൂച്ചർ? മമ്മൂക്ക പ്രോജക്റ്റിന്റെ ഫ്യൂച്ചർ ഉണ്ട്, അത് ഉറപ്പായിട്ടുണ്ട്. ഞാൻ ഇല്ലാന്ന് പറയാൻ വെച്ചാൽ മമ്മൂക്ക പോലും ഞാൻ ഇപ്പോഴും ഇൻസ്റ്റാഗ്രാമില് മമ്മൂട്ടി എക്സ്ക്യൂബ്സ് എന്റർടൈൻമെന്റ്സ് എന്നുള്ള പോസ്റ്റ് തന്നെയാണ് പിൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. അത് മമ്മൂട്ടി കമ്പനിയുടെ പേജിലുണ്ട്. അത് ഇപ്പൊ രണ്ടുപേരും മാറ്റത്തിടത്തോളം കാലം അതുണ്ട്. അതെന്താണ് എങ്ങനെയാണെന്നുള്ളത് ഫ്യൂച്ചറിൽ. ഇൻസ്റ്റയുടെ കാര്യം പെട്ടെന്നൊരു കാര്യം ഓർമ്മ വന്നത്, ഈ അനിരുദ്ധിനെ കൊണ്ടുവരുമോ എന്ന്. ആക്ച്വലി ഞാനൊരു കാര്യം പറയാം. അനിരുദ്ധിനെ ആക്ച്വലി ഞാൻ കോണ്ടാക്ട് ചെയ്ത് കൊണ്ടുവരാൻ പോയ മൂവി ആയിരുന്നു മമ്മൂക്ക മൂവി. ഓക്കെ, ഞങ്ങൾ സംസാരിച്ചു. അനിരുദ്ധ് നിങ്ങൾക്ക് വേണമെങ്കിൽ അന്വേഷിച്ചാൽ അനിരുദ്ധ് പടം ചെയ്യാന്ന് പറഞ്ഞതാ. ഞങ്ങൾ അതിലേക്ക് ഫുള്ളി ഇൻട്രസ്റ്റ് ആയിട്ട് നിന്നിരുന്നതാണ്. പക്ഷെ അതിന്റെ കുറച്ച് ടെക്നിക്കൽ ഇഷ്യൂസിലോട് ഞങ്ങൾ അങ്ങോട്ട് ആ പ്രൊജക്റ്റിൽ നിന്ന് രണ്ടു കൂട്ടരും മാറി. പക്ഷെ അനിരുദ്ധിനെ കൊണ്ടുവരാൻ വലിയ ആഗ്രഹമുണ്ട്, വരും. അപ്പോ വരുത്തണ ആഗ്രഹമുണ്ട്. എന്തായാലും അനിരുദ്ധ് മലയാളത്തിൽ വരും. ആര് കൊണ്ടുവന്നില്ലെങ്കിലും നമ്മൾ കൊണ്ടുവരും. ഇപ്പോൾ ഇപ്പോൾ പടം റിലീസിന് ഒരുങ്ങുകയാണ്. എന്താണ് പ്രേക്ഷകരോട് പറയാൻ? പ്രേക്ഷകരോട് ഇതൊരു കംപ്ലീറ്റ്ലി ഒരു ആക്ഷൻ അഡ്വഞ്ചർ ഫ്ലിക്കാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു കുറേ നാളായി മലയാളത്തിൽ ഇതുപോലൊരു ഒരു കംപ്ലീറ്റ് ആക്ഷൻ ഓറിയൻറ്റഡ് ഒരു ഫിലിം വന്നിട്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ പറയുന്ന പോലെ മാക്സിമം വയലൻസ് ഒക്കെ ഒഴിവാക്കി ഫാമിലീസിനും കൂടി കുട്ടികൾക്ക് എല്ലാവർക്കും വന്ന് കാണാവുന്ന രീതിയിൽ നമ്മളിതിനെ മാക്സിമം മേക്ക് ചെയ്ത് നന്നാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നാവും എന്നുള്ളൊരു വിശ്വാസം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. അത് 100% അത് പ്രേക്ഷകരാണ് കണ്ടിട്ട് പറയേണ്ടത്. അപ്പോൾ എല്ലാവരും തിയേറ്ററിലേക്ക് വരിക, നമ്മുടെ ഈ സിനിമ കണ്ട് അവരുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. എന്തായാലും കാട്ടാളം വലിയൊരു വിജയമാവട്ടെ. ഈ മാർക്കോ ബ്രേക്ക് ചെയ്ത പോലെ അതിലും വലിയ റെക്കോർഡുകളൊക്കെ ബ്രേക്ക് ചെയ്യട്ടെ. താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച്.